നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങൾ മലയോര ജനതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നവോത്ഥാന നായകനായ അയ്യൻകാളിയുടെ 162ാം ജന്മദിനാചരണം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിലെ മാനത്തറ, വാത്തിക്കുടി ടൗണുകളിൽ പുതിയതായി സ്ഥാപിച്ച മിനി മാച്ച് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നെടിശലപ്പള്ളിയിൽ 8 നോമ്പ് ആചരണവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളും ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ ഭക്തി ആദരപൂർവ്വം നടത്തുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജലമാണ് ജീവൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങൾ മലയോര ജനതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ വിധത്തിലുമുള്ള ആശങ്കകൾക്കും ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അറുതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങളുടെ ആശങ്കകൾ അനുഭാവപൂർവ്വം പരിഗണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോടും മന്ത്രി കെ രാജനോടും ഇടുക്കിയിലെ ജനങ്ങൾ എക്കാലവും നന്ദിയുള്ളവരായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മലയോര മേഖലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഓണസമ്മാനമായി കരുതാവുന്നതാണ്. എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും മലയോര മേഖല ഇതിനോടകം തന്നെ വലിയ ദുഃഖത്തിലും വിഷമത്തിലുമായിരുന്നു. നീണ്ട 6 പതിറ്റാണ്ട് കാലത്തിലേറെയായി ജനങ്ങൾ അനുഭവിച്ചു വന്നൊരു വിഷയം കരികരിക്കലിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സ്വീകരിക്കുകയായിരുന്നു ഈ ഗവൺമെൻറ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞതും നിയമനിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലും ബില്ല് നിയമസഭയിൽ വരുമ്പോഴും ക്ലോസ് ബൈ ക്ലോസ് ചർച്ച നടക്കുമ്പോഴും വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ സാധിച്ചതും സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതുമെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുന്നത്. ഞങ്ങൾ നടത്തിയ വാദഗതികൾ ശരിയാണെന്ന് ഒരുപക്ഷെ ആ ബില്ലിനെ സംശയദൃഷ്ടിയോടെ കണ്ടവർക്ക് പോലും നിയമസഭയിൽ അംഗീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിരുന്നു. എങ്കിലും ഇന്ന് ഏറെ ചാരിതാർത്ഥ്യജനകമായ ദിവസമായി ഞാൻ എൻ്റെ മനസ്സിൽ കണക്കൂട്ടുന്നു. ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്ന സന്ദർഭത്തിൽ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകാനും ഈ വിഷയത്തെ നല്ല നിലയിൽ കാണാനും അതനുസരിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களுം അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ നല്ല ജാഗ്രത പുലർത്തിയ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനെയും ഏറെ നന്ദി കൂടിയാണ് ഞാൻ ഓർക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾ എക്കാലത്തും അവരെയും ഈ ഗവൺമെന്റിനെ സ്മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു. പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് കാണിക്കുന്ന ഇച്ഛാശക്തിയുടെ ഒരു മറുപടിയാണിത്. ഏറെ ജനങ്ങൾ സംശയിച്ചു, ഒട്ടേറെ ചർച്ചകൾ നടന്നു, സംശയദൃഷ്ടി നിർത്തുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി, ഒരുപക്ഷേ നടക്കൂ എന്ന് പോലും സംശയിച്ചു. പക്ഷേ ഇന്ന് അവരെല്ലാം ഏറെ സന്തുഷ്ടരാണ്. ഒട്ടേറെ ആൾക്കാർ ഫോൺ വിളിച്ചു. ഇത് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ സ്വീകരിക്കുമ്പോഴും ഇടുക്കിയിലെ ജനങ്ങൾ പ്രത്യേകമായും ഏറെ സന്തുഷ്ടരായി തീരുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നൊരു ജില്ല എന്ന നിലയിലാണെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ 25 വർഷത്തോളം നീണ്ട നിയമസഭാ സാമാജികനായി എനിക്ക് നിൽക്കാൻ കഴിയുമ്പോൾ എന്നെ സഹായിച്ച, എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ നാളിതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കുന്നതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളതും മാത്രമല്ല ഈ ഗവൺമെൻറ്റിൽ അംഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതും അതിൻ്റെ ഭാഗമായി ഇതിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതിലും ഏറെ സന്തോഷം തോന്നുകയാണ്. ഇതോടൊപ്പം മുൻ മന്ത്രി ശ്രീ M. മണിയാശാന്റെയും ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരുടെയും എല്ലാം വലിയ ഇടപെടലുകളും സ്വാധീനവും ഇക്കാര്യത്തിലുണ്ടായി എന്നുള്ളത് ആർക്കാണ് വിസ്മരിക്കാൻ സാധിക്കുക? ഇവിടെ കാണേണ്ടതായിട്ടുള്ളത് 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ, കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതെല്ലാം ഇതിൻ്റെ റെഗുലറൈസേഷൻ ഫീസിന് ഒഴിവാക്കണം എന്നുള്ള നിലയായിരുന്നു ആദ്യം വന്നതെങ്കിൽ ക്യാബിനറ്റിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച നടന്നപ്പോൾ അതിലിടപെടാനും സംസാരിക്കാനും കഴിഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ക്യാബിനറ്റും
എൻ്റെ ആ വാദത്തിനോട് യോജിച്ച സന്ദർഭം ഞാൻ വളരെ അഭിമാനപൂർവ്വം ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഇടുക്കിയിലെ ജനങ്ങളോട് എനിക്ക് വലിയേറ്റം നന്ദി തോന്നുകയാണ്. നിങ്ങളുടെ സഹായവും നിങ്ങൾ നൽകിയ പിന്തുണയുമാണ് ഇതിനൊക്കെ എന്നെ പ്രാപ്തനാക്കിയത്. ഞാൻ ഈ ഗവൺമെന്റിനോടും പ്രത്യേകിച്ച് ബഹുമാനായ മുഖ്യമന്ത്രിയോടും റവന്യൂ വകുപ്പ് മന്ത്രിയോടും ഇടുക്കിയുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടിയുള്ള നന്ദി രേഖപ്പെടുത്തുകയും നിങ്ങളേവരുടെയും സന്തോഷത്തിലും ഇത്തരം കാര്യങ്ങളിലും ഇപ്പം നമ്മുടെ സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, അതിനെല്ലാം നമുക്ക് ഇതിൻ്റെ റെഗുലറൈസേഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള പൊതുവിഷയങ്ങളിലെല്ലാം ഏവർക്കും സ്വീകാര്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ചട്ടങ്ങളിൽ രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള ഏറെ സന്തോഷം എനിക്കുണ്ട്. അഭിമാനകരമായൊരു നേട്ടം നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ഏതെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ഉയർത്തി കാണിക്കുന്നത് 1964 ഭൂപതു ഭേദഗതി നിയമം. അത് ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ച സന്ദർഭത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി കുറച്ച് പൂർണ്ണമായും അവരെ സഹായിക്കാൻ കഴിഞ്ഞ ഒരു വിഷയം, അതിലിടപെടാൻ കഴിഞ്ഞതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എല്ലാവിധമായ ആശംസകൾ നേരട്ടെ. ഹൃദ്യമായി ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹനിർഭരമായ ഓണാശംസകൾ കൂടി നേരുന്നു. നന്ദി, നമസ്കാരം. നവോത്ഥാന നായകനായ അയ്യൻ കാളിയുടെ 162ാം ജന്മദിനാചരണം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. KPMS തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. KPMS തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യൻകാളിയുടെ 162ാം ജയന്തി ദിനാചരണം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സിരകളിൽ ഓടുന്ന രക്തം തിളയ്ക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്കുള്ളത്. 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും 19ാം നൂറ്റാണ്ടിലും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രാകൃതമായ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, അതിനെതിരെ അതിശക്തമായ സമരം നയിച്ച് തിരുവിതാംകൂർ എന്ന ചെറിയ രാജ്യത്ത് ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പോരാടിയ ഒരു മഹത് വ്യക്തി മാത്രമായിരുന്നില്ല മഹാത്മാ അയ്യങ്കാളി. നവോത്ഥാന നായകൻ എന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന തെറ്റായ ആചാരങ്ങളെ മാറ്റിമറിക്കുന്നതിനും മേൽജാതിക്കാരന്റെ ഹീനമായ പ്രവർത്തികളെ ചോദ്യം ചെയ്യാനുമുള്ള കരുത്തും ശേഷിയും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളുടെ ഭാഗമായി അദ്ദേഹം നേടിയെടുത്ത ഒരു കരുത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യോഗത്തിൽ ജിമ്മി മരത്തിപ്പാറ, CK ഗോപാലകൃഷ്ണൻ, P. ശാരദ, PP. അനിൽകുമാർ, CS. സൈജു, അഖിൽ K. ആനന്ദ്, KK. രാജേഷ്, കവിതാചന്ദ്രൻ, PK. ഹരിഹരൻ, അഡ്വക്കേറ്റ് സൗമ്യ സജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാത്തിക്കുടി പഞ്ചായത്തിലെ മാനത്തറ, വാത്തിക്കുടി ടൗണുകളിൽ പുതിയതായി സ്ഥാപിച്ച മിനി മാർച്ച് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കരക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4,45,700 രൂപ ചെലവഴിച്ചാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ മാനത്തറ, വാത്തിക്കുടി ടൗണുകളിൽ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് രാജു കാരക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. രാത്രികാലങ്ങളിൽ ഇവിടെ സഞ്ചരിക്കുന്ന ആളുകൾക്കും ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ നല്ല വെളിച്ചം പ്രദാനം ചെയ്യുന്ന തരത്തിലാണ് ഈ പദ്ധതി, ഈ മിനി മാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്.
ഈ അവസരത്തിൽ ഈ പരിപാടി നടത്താൻ അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ സഹായിച്ച മുഴുവൻ ആളുകളെയും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ വാത്തുകുടി പഞ്ചായത്തിൻ്റെ സഹകരണം ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ അതിൻ്റെ കറണ്ട് ചാർജ് അതോടൊപ്പം മറ്റ് കാര്യങ്ങളെല്ലാം ഇനി തുടർന്ന് അങ്ങോട്ടുള്ള മുഴുവൻ മേൽനോട്ട ചുമതലയും ഗ്രാമപഞ്ചായത്തിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അവരുടെ ആ ഒരു സഹകരണത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സഹകരിച്ച ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാവരോടുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ഒരിക്കൽ കൂടി ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നേതാക്കളായ KK മനോജ്, മിനി സാബു, ബാബു കുമ്പിളുവേലി, നിതിൻ ജോയ്, അവറാച്ചൻ മുത്തിരി, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, തങ്കച്ചൻ കാരിക്കവയലിൽ, ബുഷ്മോൻ കണ്ണംചിറ, അനിൽ ബാലകൃഷ്ണൻ, ഐപ്പ് അറുകാക്കൽ, അനിൽമോൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല പള്ളിയിൽ 8 നോമ്പ് ആചരണവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളും ഓഗസ്റ്റ് 31 ആരംഭിക്കും. തിരുനാളിനോട് മുന്നോടിയായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി വികാരി ഫാദർ ജോസഫ് അത്തിക്കൽ BBC ന്യൂസിനോട് പറഞ്ഞു. മെത്രാൻമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കൊടിയേറ്റ് നിർവഹിക്കും. സെപ്റ്റംബർ 8 വരെ നടക്കുന്ന തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രസിദ്ധമായ പിടിനേർച്ച ഉണ്ടായിരിക്കുമെന്നും ഫാദർ ജോസഫ് അത്തിക്കൽ കൂട്ടിച്ചേർത്തു. പുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല സെന്റ് മേരീസ് പള്ളിയിലെ 8 നോമ്പ് ആചരണത്തിലേക്കും തിരുനാളിലേക്കും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കിഴക്കിൻ്റെ ലൂർദ് എന്ന് അറിയപ്പെടുന്ന നെടിയശാല പള്ളി AD 999 സ്ഥാപിതമായതാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായ ഈ ദേവാലയത്തിലെ ഏറ്റവും പുരാതനമായ തിരുനാൾ ആഘോഷമാണ് 8 നോമ്പും തുടർന്നു വരുന്ന തിരുനാളും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിൽ നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറുന്നത് ഓഗസ്റ്റ് 31 തീയതിയാണ്. ഓഗസ്റ്റ് 31 വൈകുന്നേരം 4:30 സീറോ മലബാർ സഭയുടെ കുരിയ മെത്രാൻമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ തിരുനാളിൻ്റെ കൊടിയേറ്റ് കർമ്മം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണിക്കും 10 മണിക്കും വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാനയും തുടർന്ന് പിടിനേർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പുരാതന മരിയൻ തീർത്ഥകേന്ദ്രത്തിലെ പിടിനേർച്ച വളരെ പ്രശസ്തമാണ്. ഇവിടെ നേർച്ചയായിട്ട് നൽകുന്നത് പിടിയാണ്. ഒരു നവവധു ഭർത്തൃമാതാവിന് ആവശ്യപ്പെട്ട പ്രകാരം പിടിയുണ്ടാക്കാൻ അറിയാതെ വന്ന സാഹചര്യത്തിൽ നെടിയാലമ്മയോട് അപേക്ഷിച്ച് അരി വെള്ളത്തിലിട്ടപ്പോൾ അത് പിടിയായി മാറിയെന്ന ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പിടിനേർച്ച ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും 10 മണിയുടെ കുർബാനയ്ക്ക് ശേഷവും വൈകുന്നേരവും പിടിനേർച്ച ഉണ്ടാക്കുന്നുണ്ട്. ഇടവക ജനങ്ങൾ ഒന്നു ചേർന്ന് ജപമാല ചൊല്ലി അത്ഭുത കിണറിൽ നിന്ന് ജലമെടുത്ത് ജപമാല ചൊല്ലിയാണ് പിടി ഉണ്ടാക്കുന്നത്. 1941 ഫെബ്രുവരി 11 തീയതി ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ അന്നത്തെ വികാരിയച്ഛനുണ്ടായ മാതാവിൻ്റെ അത്ഭുത ദർശനപ്രകാരം കുഴിച്ചെടുത്തതാണ് അത്ഭുത കിണർ. ആ കിണറിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് അനേകര് രോഗശാന്തി നേടുന്നുണ്ട്. അതുപോലെ അതിന് സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഗ്രോട്ടോയിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മഡോണ ക്രിസ്റ്റി സമീപകാലത്ത് പള്ളിയുടെ 125-ാം വാർഷികത്തിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയ മനോഹരമായ ശില്പമാണ്. ഈ ദേവാലയത്തിലെ തിരുനാളിലേക്ക് പ്രത്യേകിച്ച് 7-8 ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാന തിരുനാൾ ആഘോഷങ്ങളിലേക്കും 8 നോമ്പ് ആചരണത്തിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു. 7-ാം തീയതി അഭ്യന്ത്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് ദിവ്യബലി അർപ്പിക്കുന്നു. അന്ന് തന്നെ മേരി നാമധാരികളുടെ സംഗമമുണ്ട്. 6-ാം തീയതി വെള്ളിയാഴ്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാൾ കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നെടിയാലമ്മ വഴി അനേകം കൃപകൾ, നെടിയാലമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ അനേകം അനുഗ്രഹങ്ങൾ നാനാജാതി മതസ്ഥരായ എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മിസ്റ്റർ കേരള പോലീസ് 2025 ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, ഇടുക്കി SP സാവു മാത്യു IPS, SSP PU കുര്യാക്കോസ്, ASP ഇമ്മാനുവൽ പോൾ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ മത്സരത്തിൽ പങ്കെടുത്തു. KB ശ്രീജിത്ത് ആണ് കേരള പോലീസ് 2025 ടൈറ്റിൽ വിന്നർ.
മിസ്റ്റർ കേരള പോലീസ് 2025 ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, ഇടുക്കി SP സാബു മാത്യു, SSP SP PU കുര്യാക്കോസ്, ASP ഇമ്മാനുവൽ പോൾ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഓരോ കാലഘട്ടത്തിലും ഈ സേനയുടെ ശക്തിയും കഴിവും എന്താണ് എന്ന് നമ്മളെല്ലാവരും കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഒരു പ്രതീക്ഷയോടും അതുപോലെ അത്ഭുതത്തോടും തന്നെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമ്മുടെ സേനയുടെ ആരോഗ്യം അതുപോലെ തന്നെ അവരുടെ ശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും കൂടി ഉതകുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകൾ വളരെ നല്ല രീതിയിൽ നടക്കുമ്പോൾ അതൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനപ്പുറം നാഷണൽ ലെവലിലും ഒക്കെ പങ്കെടുത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായി മാറാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ നന്നായി പെർഫോം ചെയ്യുന്നതിനും അത് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായി മാറാൻ ഏവർക്കും സാധ്യമാകട്ടെ എന്ന് കൂടി അവസരത്തിൽ ആശംസിക്കുകയാണ്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ മത്സരത്തിൽ പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങളിൽ നടന്ന മത്സരത്തിൽ കേരള പോലീസ് 2025 ടൈറ്റിൽ വിന്നറായത് KAP ഫസ്റ്റ് ബറ്റാലിയൻ KB ശ്രീജിത്താണ്. ചാമ്പ്യൻഷിപ്പിൽ 55 കിലോ വിഭാഗത്തിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ R വിജിത്ത് ഒന്നാം സ്ഥാനം നേടി. 60 കിലോ വിഭാഗത്തിൽ പത്തനംതിട്ട കോഴിപ്പുറം പോലീസ് സ്റ്റേഷൻ AV വിഷ്ണുവും 65 കിലോ വിഭാഗത്തിൽ കൊച്ചി സ്പെഷ്യൽ ബ്രാഞ്ച് R സുദേവും ഒന്നാം സ്ഥാനം നേടി. 70 കിലോ വിഭാഗത്തിൽ മലപ്പുറം IRB ജഗദീഷ് ഒന്നാം സ്ഥാനം നേടി. 75 കിലോ വിഭാഗത്തിൽ KAP 6 ബറ്റാലിയൻ രാഹുൽ കൃഷ്ണൻ ഒന്നാം സ്ഥാനം നേടി. 80 കിലോ വിഭാഗത്തിൽ KAP ഫസ്റ്റ് ബറ്റാലിയൻ KD ദയലാൽ ഒന്നാം സ്ഥാനവും തിരുവനന്തപുരം SAP ക്യാമ്പ് AS അഭിജിത്ത് രണ്ടാം സ്ഥാനവും നേടി. 85 കിലോ വിഭാഗത്തിൽ KAP ഫസ്റ്റ് ബറ്റാലിയൻ KB ശ്രീജിത്ത് ഒന്നാം സ്ഥാനം നേടി. 90 കിലോ വിഭാഗത്തിൽ ടെലികമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം JC റോജി ഒന്നാം സ്ഥാനവും ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ സന്ദീപ് TG രണ്ടാം സ്ഥാനവും നേടി. മാസ്റ്റർ വിഭാഗത്തിൽ DHQ ഇടുക്കി KG ബിജുമോൻ ഒന്നാം സ്ഥാനം നേടി. ഓൾ ഇന്ത്യ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. ഇതിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് വിജയിച്ച 10 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് പരസ്യകാര്യം നമ്മളെ വിട്ടുപിരിഞ്ഞു. വിഷ്ണുവല്ല ഓഫീസുമുണ്ട്. നമ്മൾ ഈ ഒരു ഇവന്റ് ഇവിടെ പ്ലാൻ ചെയ്തു, എല്ലാ ടീമുകളും എത്തി അതുകൊണ്ട് നടത്തുന്നു. ഇവിടെ വന്ന എല്ലാ യൂണിറ്റിലെ മത്സരാർത്ഥികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. മത്സരമായിട്ട് നല്ല ആശംസിക്കുന്നു. മത്സരത്തിന് ശേഷം സ്വരലയ നൃത്ത കലാലയം അവതരിപ്പിച്ച നൃത്തവും രാഗതാളം അവതരിപ്പിച്ച സംഗീത പരിപാടിയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് LDF തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം VB മത്തായി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി TR സോമൻ അധ്യക്ഷത വഹിച്ചു. ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് LDF തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗണിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. ഗാന്ധി സ്ക്വയറിൽ ചേർന്ന യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം VV മത്തായി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം കൂടി ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന പ്രകടന പത്രിക എന്ന് പറയുന്നത് അത് വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കപടതന്ത്രം എന്ന് പരസ്യമായി പറയാൻ UDFും BJPയും അടക്കം തയ്യാറാവുന്ന ഘട്ടത്തിലാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കാനുള്ളതല്ല, വോട്ട് തട്ടാനുള്ളതല്ല, മറിച്ച് നടപ്പാക്കാനുള്ളതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് 2014 അധികാരത്തിൽ വന്ന സഖാവ് പിണറായിയുടെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ 700 കൂട്ടം കാര്യങ്ങളിൽ 680 കൂട്ടം കാര്യവും നടപ്പാക്കിക്കൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ പറഞ്ഞ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച്, മലയോര മേഖലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൈവച്ച ഭൂമിക്ക് പട്ടയം എന്നുള്ളത്. തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി TR സോമൻ അധ്യക്ഷത വഹിച്ചു. CPI തൊടുപുഴ മണ്ഡലം സെക്രട്ടറി VR പ്രമോദ്, കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ, CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നെടിയശാല പള്ളിയിൽ 8 നോമ്പ് ആചരണവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളും ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ ഭക്തി ആദരപൂർവ്വം നടത്തുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 31 വൈകിട്ട് 4:30 മെത്രാൻമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കൊടിയേറ്റ് നിർവഹിക്കും. നെടിയശാല പള്ളിയിൽ 8 നോമ്പ് തിരുനാളും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളും ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ ആഘോഷിക്കും. ഓഗസ്റ്റ് 31 വൈകിട്ട് 4:30 കൊടിയേറ്റ്, തിരുസ്വരൂപ പ്രതിഷ്ഠ, ലദ്ദീഞ്ഞ്, ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ നിർവഹിക്കും. സെപ്റ്റംബർ 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 5:30 ആരാധന, വിശുദ്ധ കുർബാന, നൊവേന, 10 ജപമാല, ലദ്ദീഞ്ഞ്, 10:30 വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന, പിടിനേർച്ച, ഉച്ചകഴിഞ്ഞ് 3:30 ജപമാല, ലദ്ദീഞ്ഞ്, 4:30 വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന, ജപമാല, പ്രദക്ഷിണം, പിടിനേർച്ച എന്നിവ ക്രമമായി നടത്തപ്പെടും. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോൺ ആനിക്കോട്ടിൽ, ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ, ഫാദർ ജോർജ് പീച്ചാനിക്കുന്നിൽ, ഫാദർ ജോർജ് ചേറ്റൂർ, ഫാദർ ആന്റണി വിളയപ്പിള്ളിൽ, ഫാദർ ചാക്കോച്ചൻ വണ്ണൻകുഴിയിൽ, ഫാദർ പ്രിൻസ് വള്ളോം പൊരിയിടത്തിൽ, ഫാദർ മാത്യു കൊച്ചുമുണ്ടൻ മലയിൽ, ഫാദർ തോമസ് മൂഴത്തേറ്റ്, ഫാദർ ജസ്റ്റിൻ വടകര, ഫാദർ നിക്കോളാസ് മൂലശ്ശേരിയിൽ, ഫാദർ ജേക്കബ് പള്ളിപ്പുറം, ഫാദർ ടിയോ കൊച്ചുകാവുംപുറത്ത്, ഫാദർ പ്രിൻസ് പരത്തിനാൽ CMI, ഫാദർ തോമസ് പോത്തനാമുഴി എന്നിവർ നേതൃത്വം നൽകും. 6-ാം തീയതി ശനിയാഴ്ച രാത്രി ആരാധനയും ദിവ്യകാരുണ്യ പ്രതിഷ്ഠവും ഫാദർ സ്വാമി പാണങ്കാട്ട് നയിക്കും. 7-ാം തീയതി വൈകുന്നേരം 3-ന് മേരി സംഗമവും കാഴ്ചവെപ്പും പൊന്തിഫിക്കൽ കുർബാന, സന്ദേശം, നൊവേന മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. തുടർന്ന് പ്രസിഡന്റിമാർക്ക് തിരികൊടുക്കൽ, പ്രദക്ഷിണം, പിടിനേർച്ച, തുടർന്ന് വാദ്യമേളങ്ങളും ഫ്യൂഷനും കലാസന്ധ്യയും ഉണ്ടായിരിക്കും. സമാപന ദിവസമായ 8-ാം തീയതി രാവിലെ 5:45-നും 7-നും 8:30-നും വിശുദ്ധ കുർബാന, 10-ന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ ജെയിംസ് പാറയ്ക്കനാൽ, സന്ദേശം മോൺസ്റ്റർ പയസ് മലക്കണ്ടം, 12 മണിക്ക് പ്രസിഡന്റി വാഴ്ച, പ്രദക്ഷിണം, കുർബാനയുടെ വാഴ്വ്, പിടിനേർച്ച എന്നിവയോടെ തിരുനാൾ സമാപിക്കും. 9-ാം തീയതി രാവിലെ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിക്കും. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് 8 നോമ്പ് എന്ന് നമുക്കറിയാം. തിരുനാൾ ആഘോഷം തുടങ്ങുന്നത് 31-ാം തീയതിയാണ്. 31-ാം തീയതി വൈകുന്നേരം 4:00-ക്ക് സിറോ മലബാർ സഭയുടെ പുതിയ മെത്രാന അഭ്യർത്ഥിമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കൊടിയേറ്റ് നടത്തുന്നതാണ്. തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠയും തിരുനാൾ ആഘോഷവും. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇത് പ്രധാന സവിശേഷത എന്ന് പറയുന്നത് പിടിയാണ് ഇവിടെ നേർച്ചയായിട്ട് നൽകുന്നത്. നെടിയാലമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന മാതാവിൻ്റെ തിരുസ്വരൂപമാണ് ദേവാലയത്തിൻ്റെ അൾത്താരയിൽ വണങ്ങുന്നത്. ആ രൂപം വളരെ പഴക്കമുള്ള രൂപമാണ്. അതുപോലെ തന്നെ തദ്ദേശീയമായ മാതാവിൻ്റെ രൂപമാണെന്ന രൂപം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഉണ്ണീശോയെ കൈയോട് ചേർത്ത് പിടിക്കുന്ന മാതാവിൻ്റെ രൂപം. നെടിയശാല പള്ളിയിൽ മരിയം തീർത്ഥാടന കേന്ദ്രമായിട്ട് പൊതുമംഗലൂരുള്ള മരിയം തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പള്ളിയുടെ തിരുനാൾ ആഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസഫ് അത്തിക്കൽ, കൈക്കാരന്മാരായ മാത്യു ജോസഫ് പൂവത്തിങ്കൽ, ബെന്നി കാഞ്ഞിരക്കൊമ്പിൽ, പ്രിൻസ് തൈക്കുന്തേൽ, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മൂലശ്ശേരി, ജോ അഗസ്റ്റിൻ, ജോസ് PV, ജിമ്മി പാലാങ്കുന്നേൽ, പൗലോസ് വടക്കേക്കര, ബെൽജി സൂര്യവീട്ടിൽ, വിൽസൺ ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇൻഷുറൻസ് രംഗത്ത് 230-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള നോർത്ത് അമേരിക്കൻ കമ്പനിയായ സിഗ്ന കോർപ്പറേഷന്റെയും ഇന്ത്യയിൽ 70-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള മണിപ്പാൽ ഗ്രൂപ്പിന്റെയും ജോയിന്റ് വെഞ്ചർ ആയ മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസി വിഭാഗം നാഷണൽ ഹെഡ് വിശാൽ സുരാന ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുളിമൂട്ടിൽ പ്ലാസയിലാണ് ബ്രാഞ്ച് ആരംഭിച്ചത്.
ഇൻഷുറൻസ് രംഗത്ത് 230 വർഷത്തെ പാരമ്പര്യമുള്ള നോർത്ത് അമേരിക്കൻ കമ്പനിയായ സിഗ്ന കോർപ്പറേഷന്റെയും ഇന്ത്യയിൽ 70 വർഷത്തെ പാരമ്പര്യമുള്ള മണിപ്പാൽ ഗ്രൂപ്പിന്റെയും ജോയിന്റ് വെഞ്ചറായ മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുളിമൂട്ടിൽ പ്ലാസയിലാണ് ബ്രാഞ്ച് ആരംഭിച്ചത്. മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസി വിഭാഗം നാഷണൽ ഹെഡ് വിശാൽ സുരാന ഉദ്ഘാടനം നിർവഹിച്ചു. I will not say much words, but I would say that in the last 9-10 months that this branch has opened in Thodupuzha, we already are the #1 company in Thodupuzha. We are the best health insurance provider in this city, and that's a proud moment. Built a team very, very strongly led by Anand Jai. So big round of applause for Anand, please. Yeah. In just 1 year's time, this family has grown so big. I'm so glad to see all of you here. We all in Manipal Signa stand for customer first and distributor first. So whatever you do till now, what you will do from now on, I hope that you will always keep the customer in mind. സോണൽ ഹെഡ് ദർവേഷ് മുഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകാറില്ല. ഒന്നുകിൽ ഞാൻ പോകും, അല്ലെങ്കിൽ ജിജു പോകും, അല്ലെങ്കിൽ വിശാൽ സാറ് പോകും. ആദ്യമായിട്ടാണ് ഒരു ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന് ഏറ്റവും വലിയൊരു റീസൺ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാല് ഈ ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ടോക്ക് ഓഫ് ദ ടൗൺ അല്ല, ടോക്ക് ഓഫ് ദ നേഷൻ ആണ്. രാജ്യം മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. റീജിയണൽ ഹെഡ് ജിജോ ജേക്കബ്, അസോസിയേറ്റ് റീജിയണൽ മാനേജർ സുനിൽ ജോയ്, തൊടുപുഴ ബ്രാഞ്ച് മാനേജർ അരുൺ ജോയ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നിർധരരെ ചേർത്ത് പിടിക്കാം, ആവശ്യഘട്ടങ്ങളിൽ സഹായം എത്തിക്കാനും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മുന്നോട്ട് വരണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമായി കാണണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം പറഞ്ഞു. CPI കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കൈനീട്ടവും നൽകി ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർധനരെ ചേർത്ത് പിടിക്കാനും ആവശ്യഘട്ടങ്ങളിൽ സഹായം എത്തിക്കാനും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മുന്നോട്ട് വരണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമായി കാണണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം ആഹ്വാനം ചെയ്തു. CPI കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കൈനീട്ടവും നൽകി ആദരിക്കൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എൽദോ എബ്രഹാം. ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബാംഗങ്ങളെ, ഇവിടെ ആദരിക്കപ്പെടുന്ന മുതിർന്ന സഖാക്കളെ, വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസം. ഈ ഓണത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ആഴ്ചയിൽ
കോതമംഗലം ലോക്കൽ അതിർത്തിയിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങൾ ഓണക്കോടിയും ഓണക്കൈനീട്ടവും എൽദോ എബ്രഹാമിൽ നിന്നും ഏറ്റുവാങ്ങി. CPI കോതമംഗലം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PT ബെന്നി, ജില്ലാ കൗൺസിൽ അംഗം MK രാമചന്ദ്രൻ, വർഗ ബഹുജന സംഘടനാ നേതാക്കളായ MS ജോർജ്, PM ശിവൻ, PA അനസ്, TH നൌഷാദ്, MS അലിയാർ, നിതിൻ കുര്യൻ, AM ജോയ്, ഷിബു KJ, PG അനിൽകുമാർ, സിറിൻ ദാസ്, ഗീത രാജേന്ദ്രൻ, സുമ ശിവൻ, KA സൈനുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് CK ജോർജ് സ്വാഗതവും സിജോ വർഗീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള സ്റ്റേറ്റ് തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സെലക്ഷൻ തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയിൽ വച്ച് നടത്തി. 100 വിദ്യാർത്ഥികൾ സെലക്ഷനിൽ പങ്കെടുത്തു. കേരള തായ്ക്കൊണ്ട അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പോൾ ജോർജ് നേതൃത്വം നൽകി. എറണാകുളം തൃക്കാക്കരയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റേറ്റ് തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സെലക്ഷൻ തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയിൽ സംഘടിപ്പിച്ചു. കേരള തായ്ക്കൊണ്ട അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പോൾ ജോർജ് സെലക്ഷൻ ടെസ്റ്റുകൾക്ക് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിശീലന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇടുക്കിയിലെ രണ്ടാമത്തെ ബാച്ചാണിത്. ഇടുക്കിയിൽ നിന്നും ഏകദേശം 120ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പാണ്. ഓഗസ്റ്റ് 31 എറണാകുളം കർദിനാൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ചീഫ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ സാറാണ് അതിന്റെ ഇനാഗുറേഷൻ പ്രോഗ്രാം. അതോടൊപ്പം കീനോട്ട് സ്പീച്ച് ചെയ്യുന്നത് തായ്ക്കൊണ്ട അസോസിയേഷന്റെ രക്ഷാധികാരി ചീഫ് പാറ്റേണായ രാജേന്ദ്രൻ IPS സാറാണ്. അദ്ദേഹമാണ് അന്നത്തെ പ്രോഗ്രാം കീനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം ശ്രീ ഷിജു PS, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, തൃക്കാക്കര PS പോലീസ് സ്റ്റേഷനിൽ ACP സാറാണ്. അങ്ങനെ പ്രമുഖ വ്യക്തികളെല്ലാം പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ഈ പ്രോഗ്രാമിൽ ഏകദേശം 1000ഓളം കുട്ടികൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ബേബി സാറാണ് ഇടുക്കിയിലെ ലോ റേഞ്ചിന്റെ ചാർജ് ഉള്ളത്. അദ്ദേഹമാണ് ഇന്നിവിടെ പ്രോഗ്രാമിനെ കുറിച്ച് ചെയ്തത്. പഴയരിക്കണ്ടം, തൊടുപുഴ മേഖലകളിൽ നിന്നുമായിട്ട് ഏകദേശം 80ഓളം കുട്ടികൾ ഇന്നിവിടുത്തെ പ്രോഗ്രാമിലുണ്ട്. ഈ കുട്ടികളാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഇവരെ അതിനുവേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. ഇടുക്കി ജില്ലയിൽ നിന്നും കരാട്ടെ സ്പോർട്സ് അക്കാദമിയിലെ 100-ലധികം വിദ്യാർത്ഥികൾ സെലക്ഷനിൽ പങ്കെടുത്തു. ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി എബ്രഹാം നേതൃത്വത്തിൽ നൽകി വരുന്ന ചിട്ടയായ പരിശീലനമാണ് ഇത്രയധികം വിദ്യാർത്ഥികളെ സംസ്ഥാനതല സെലക്ഷനിലേക്ക് എത്തിച്ചത്. ഇൻസ്ട്രക്ടർമാരായ ഡിക്സൺ ബേബി, ഹിഷാം അനസ് എന്നിവരും സന്നിഹിതരായിരുന്നു. കൂടാതെ കരാട്ടെ, കളരി, ബോക്സിംഗ്, വടംവലി, സൂംബ ഡാൻസ് എന്നിവയിലും കരാട്ടെ സ്പോർട്സ് അക്കാദമിയിൽ നിന്നും പരിശീലനം നൽകി വരുന്നു. ശനി, ഞായർ ദിവസങ്ങളിലും ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലുമാണ് ക്ലാസുകൾ. സെപ്റ്റംബർ 1 മുതൽ തൊടുപുഴ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് 5 ദിവസത്തെ പ്രത്യേക പരിശീലന ക്യാമ്പ് നടത്തപ്പെടുമെന്ന് ചീഫ് ഇൻസ്ട്രക്ടർ ബേബി എബ്രഹാം അറിയിച്ചു. ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജലമാണ് ജീവൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ തുടക്കമായി. മുനിസിപ്പാലിറ്റി ചെയർമാൻ K. ദേവികന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പാലിറ്റി തല യോഗം നടത്തി. യോഗത്തിൽ ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അജി PN ജലജന്യ രോഗങ്ങളെക്കുറിച്ചും അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചും സംസാരിച്ചു.
സുരക്ഷിത ജലലഭ്യതയും ജലജന്യ പ്രതിരോധവും ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജലമാണ് ജീവൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ തുടക്കമായി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപകിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പാലിറ്റി തല യോഗം തൊടുപുഴ നഗരസഭയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തൊടുപുഴ നഗരസഭയിൽ സമഗ്രമായ ഒരു പ്രവർത്തനം നടത്തുന്നതിന് ആലോചിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് ആരോഗ്യ വിഭാഗത്തെയും അതുപോലെ നഗരസഭാ ജീവനക്കാരെയും ഉൾപ്പെടുത്തി ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ഈ യോഗത്തിലുണ്ടായ തീരുമാനം അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് മലിനജലങ്ങൾ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഏറ്റവും അടിയന്തരമായി ക്ലോറിനേഷൻ നടത്താനും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ശുദ്ധി ഉള്ള രീതിയിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുമൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല നഗരസഭയിലെ ഏതാണ്ട് 5200 വരുന്ന കിണറുകൾ, അതുപോലെ 45 വരുന്ന പൊതു കിണറുകൾ, ഇവയുടെ ക്ലോറിനേഷൻ സമീപകാലത്ത് നടന്നിട്ടുണ്ടോ എന്നും അത് നടക്കാത്തിടത്ത് വളരെ പെട്ടെന്ന് തന്നെ ക്ലോറിനേഷൻ നടത്തുന്നതിനും, ക്ലോറിനേഷൻ പോരാ സൂപ്പർ ക്ലോറിനേഷൻ വേണ്ട ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുന്നതിനും ആണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ സ്ഥാപനങ്ങളുടെ ഉടമകളെയും സ്കൂളുകൾ, ഓഫീസുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വാട്ടർ ടാങ്കുകൾ, കിണറുകൾ ഒക്കെ ശുദ്ധീകരിക്കുന്നതിന് അടിയന്തരമായി ഉള്ള നിർദ്ദേശം നൽകുന്നതിനും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അജി PN ജലജന്യ രോഗങ്ങളെക്കുറിച്ചും അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചും സംസാരിച്ചു. ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 30, 31 തീയതികളിൽ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കിണറുകളിലും കുളങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തും. മുനിസിപ്പാലിറ്റിയിൽ നടന്ന യോഗത്തിൽ കെ ദീപക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് കൗൺസിലർമാർ, ജില്ലാ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അജി, മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം പ്രതിനിധികൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, CDS ചെയർപേഴ്സൺ, ആശാ വർക്കർമാർ, ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഗവൺമെന്റ് സർവൻസ് സഹകരണ സംഘം ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പോലീസ് സ്റ്റേഷൻ സമീപം ആരംഭിച്ച ഓണച്ചന്ത സംഘം പ്രസിഡന്റ് MR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ ആണ് വിൽപ്പന. ഓണച്ചന്ത സെപ്റ്റംബർ 4 വരെ പ്രവർത്തിക്കും. തൊടുപുഴ ഗവൺമെന്റ് സർവൻസ് സഹകരണ സംഘം ഓണച്ചന്ത ആരംഭിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷന് സമീപം ആരംഭിച്ച ഓണച്ചന്ത സംഘം പ്രസിഡന്റ് MR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ, KGNA ജില്ലാ സെക്രട്ടറി CK സീമ, NGO യൂണിയൻ മുൻ ജില്ലാ സെക്രട്ടറി PM ഫിറോസ്, ഭരണസമിതി അംഗങ്ങളായ VK ജിബുമോൻ, PM സന്തോഷ്, PK ഉഷാകുമാരി, ബിന്ദുമോൾ MG, PM റഫീഖ്, ബാങ്ക് സെക്രട്ടറി CV സനിത എന്നിവർ പ്രസംഗിച്ചു. വിലക്കയറ്റം തടയാൻ 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെയാണ് വിൽപ്പന. ഓണച്ചന്ത സെപ്റ്റംബർ 4 വരെ പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങൾ മലയോര ജനതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓണ സമ്മാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നവോത്ഥാന നായകനായ അയ്യൻകാളിയുടെ 162ാം ജന്മദിനാചരണം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിലെ മാനത്തറ, വാത്തിക്കുടി ടൗണുകളിൽ പുതിയതായി സ്ഥാപിച്ച മിനി മാച്ച് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നെടിശലപ്പള്ളിയിൽ 8 നോമ്പ് ആചരണവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളും ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ ഭക്തി ആദരപൂർവ്വം നടത്തുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജലമാണ് ജീവൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.